വെൽക്കം ടു യെറ്റ് അനദർ ഫ്ലൈവീൽ ഗിവ് അവേ കോൺടെസ്റ്റ്. ഇത്തവണ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഷെവർലെ കോർവെറ്റിൻ്റെ 1:43 സ്കെയിൽ മോഡലാണ്. സോ ഈ ഒരു സ്കെയിൽ മോഡൽ നിങ്ങൾക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിന് എൻഡ് വരെ കാണാം. ഞാൻ ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യന് റൈറ്റ് ആൻസർ നൽകുകയാണെങ്കിൽ യു ക്യാൻ ബി വൺ ഓഫ് ദി വിന്നർ. നമ്മൾ മലയാളികൾ ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ്. അതിലൊരു പ്രത്യേകത നമ്മുടെ ട്രഡീഷൻ കീപ്പ് ചെയ്യാന്നുള്ളത്. അതുപോലുള്ള മറ്റൊരു പ്രത്യേകത നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നുള്ളത്. അത്ര രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ നമുക്കുണ്ട്, മമ്മൂക്കയും ലാലേട്ടനും. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കോമൺ ആയിട്ടുള്ള കാര്യത്തിലൊന്നാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. പ്രോബബ്ലി മോസ്റ്റ് ഫേവറേറ്റ് ലക്ഷറി SUV ഫോർ മലയാളി. ലാൻഡ് ക്രൂസറിൻ്റെ J200 സീരീസാണ് ഇത്. ഇതിൽ തന്നെ സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന മോഡലാണ്. ഈ ഒരു ലൈഫ് സ്പാനിൽ വന്നിരിക്കുന്ന സെക്കൻഡ് ഫേസ് ലിഫ്റ്റിൽ വന്നതിന് ശേഷം വലിയൊരു പ്രോമിനൻറ്റ് ഗ്രില്ല് വന്നിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ ഒരു പ്രസൻസ് മാസീവാണ്. ശരിക്കും ഒരു കാറിൻ്റെ ഒരു സൈഡ് വ്യൂ മിററിലോ അല്ലെങ്കിൽ റിയർ വ്യൂ മിററിലോ നമ്മൾ കാണുമ്പം ശരിക്കും ആ പ്രസൻസ് ശരിക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള വലിയൊരു ഗ്രില്ലാണ്. ടൊയോട്ടന് വലിയ ലോഗോ ഉണ്ട്, ക്രോം പോർഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോണ്ടിൻ്റെ പോർഷനും റീവർക്ക് ചെയ്തിട്ടുണ്ട്, ഹുഡ് മാറിയിട്ടുണ്ട്, ഡബിൾ ഹോംബായിട്ടുള്ള രീതിയിലെല്ലാം റീവർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫേസ് ലിഫ്റ്റിന് ശേഷം വന്നിരിക്കുന്നതാണ്. ബമ്പറിലാണെങ്കിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന സ്പോട്ടി ഒരു സ്കേർട്ടിങ്ങോട് കൂടിയുള്ള ബമ്പറാണ് ഈ ഒരു മോഡലുള്ളത്. സോ അതിൻ്റെ എല്ലാം തന്നെ ചുറ്റും ഒരുപാട് ക്രോമും വന്നിട്ടുണ്ട്. വൈറ്റ് കളറായതുകൊണ്ട് ക്രോമ് നമുക്ക് വളരെ എടുത്ത് നിൽക്കുന്നില്ലെങ്കിലും ക്രോമിൻ്റെ ഒരു പ്രസൻസ് ശരിക്കും നല്ലോണം മനസ്സിലാകുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ. അത് ലാൻഡ് ക്രൂസറിൻ്റെ വലിയൊരു എലമെൻ്റാണ്. കാരണം ഇത്രയും വലിയൊരു SUV അതിൻ്റെ ഒരു പ്രസൻസ് അത് വലിയൊരു ഫാക്ടറാണ്. അതിന് ശരിക്കും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു റീവർക്കാണ് ഈ സെക്കൻഡ് ഫേസ് ലിഫ്റ്റിലൂടെ ലാൻഡ് ക്രൂസറിൽ വന്നിട്ടുള്ളത്. അത് ശരിക്കും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. J200 ഇറങ്ങിയപ്പം ഏറ്റവും അധികം ക്രിറ്റിസിസേഷൻ കേട്ടിരുന്നത് 100 സീരീസിനേക്കാളും പ്ലെയിൻ ആയിട്ടുള്ള സൈഡ് പ്രൊഫൈൽ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫേസ് ലിഫ്റ്റിലൂടെ അത് ടൊയോട്ട മേക്കപ്പ് ആകാൻ ശ്രമിച്ചു. ഈ ഒരു ഫ്രണ്ടെല്ലാം റീവർക്ക് ചെയ്ത് കുറേ കൂടെ ഒരു ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നു. ഈ ഒരു ലൈന് ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ ഇവിടെ വന്നിട്ട് മേർജ് ചെയ്ത് പോകുന്നുണ്ട്. അത് നേരത്തെ 100 സീരീസിന് ശേഷം 200 ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷൻ വന്നിട്ട് ഒരു സ്ക്വയറി ആയിട്ടുള്ളൊരു വീൽ ആർച്ച് ഉള്ളത്. അത് ലാൻഡ് ക്രൂസറിൻ്റെ ഒരു എലമെൻ്റാണ്. വലിയൊരു സൈഡ് വ്യൂ മിറർ ഉണ്ട്. ഇത്രയും ഹൈറ്റുള്ള വെഹിക്കിളാണ്, ഫ്ലാറ്റ് റൂഫാണ്. ഈ ഒരു വെഹിക്കിൾ റൂഫ് റെയിലിൽ കാണുന്നില്ല, അതൊരു ഓപ്ഷനായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ക്രോം എലമെൻറ്റ്സ് എല്ലായിടത്തും കാണാം, ഹാൻഡിലുണ്ട്. അതുപോലെ തന്നെ മേലെ ഇല്ലെങ്കിലും താഴെ ഒരു സിലോട്ടിൻ്റെ ഒരു ക്രോം എലമെൻറ്റ്, താഴെ നമുക്ക് ഡൈനാമിക് ലൈനിലവിടെയും ആക്ച്വലി സ്ട്രെയിറ്റ് ലൈനാണ്, അതും ക്രോം എലമെൻറ്റ് കാണാം. ഇൻബിൽഡ് ആയിട്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ട്. അതിന് പുറമെ ഓപ്ഷണലായിട്ട് താഴ്ന്നു വരുന്ന സ്റ്റെപ്പും കൂടെ വരുമ്പം നമുക്ക് വണ്ടിയിലേക്ക് കയറാനുള്ള എളുപ്പമാവും. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു നോർമൽ ഒരു പൊസിഷനിലുള്ള ഇത് കുറച്ചുകൂടി ലോവർ ചെയ്യാനും പറ്റും, ഹൈറ്റ് കൂട്ടാനും പറ്റും. റിയറിലേക്ക് വരുമ്പോഴും വലിയൊരു ഗ്രീൻ ഹൗസാണ്. ഒറ്റൊരു പോർഷനായിട്ട് നിൽക്കുന്ന വലിയ ഗ്രീൻ ഹൗസ് 3 പോർഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാരക്ടർ ലൈന് ഡോറിൻ്റെ പോർഷനിൽ വരുന്നത് അങ്ങനെ തന്നെ മൈൽഡ് ചെയ്ത് പോകുന്നത് എല്ലാം വളരെ മൈൽഡായിട്ടുള്ള ഒരു ലൈൻസാണ്. റിയറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഹിപ്പ് ഫോർമേഷനോട് കൂടിയിട്ട് ടെയിൽ ലൈറ്റിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് സൈഡ് പ്രൊഫൈൽ ഉള്ളത്. ബേസിക്കലി ഒരു 200 സീരീസിൽ വന്നിരുന്ന ചെറിയ പ്ലെയിൻ ഫീച്ചേഴ്സ് എല്ലാം മാറ്റി ഈ ഫേസ് ലിഫ്റ്റിൽ കുറച്ചുകൂടി ക്യാരക്ടേഴ്സ് കൊണ്ടുവരാൻ ടൊയോട്ട ശ്രമിച്ചത് ആണ് നമ്മൾ ഈ കാണുന്നത്. ടൊയോട്ട റിയറിലേക്ക് വരുമ്പോഴും ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പ്രത്യേക എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു 200 സീരീസിൽ വന്നിരിക്കുന്ന റിയർ പ്രൊഫൈലിൽ എഗെയിൻ ഫേസ് ലിഫ്റ്റിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബേസിക് എലമെൻറ്റ്സ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ 2 തരത്തിലുള്ള റിയർ വരുന്നുണ്ട് ലാൻഡ് ക്രൂസറിൻ്റെ J100 200 സീരീസ് ആണെങ്കിലും മറ്റുള്ള സീരീസിലാണ്. കാരണം യൂട്ടിലിറ്റി മോഡൽസിന് വന്നിരുന്നത് സ്പ്ലിറ്റ് ഡോറാണ്. റിയറിലേക്ക് തുറക്കുന്ന 2 സൈഡ് ഇഞ്ചസ് ആയിട്ടുള്ള ഡോർസ് ആണെങ്കിൽ ലക്ഷറി വേർഷൻസിലാണ് ഈ ഒരു ഫോർമാറ്റ് വന്നിരിക്കുന്നത്. ഡോറിൻ്റെയും ബൂട്ടിനെ കുറിച്ചിട്ടെല്ലാം മെൻഷൻ ചെയ്യാം. അതിൻ്റെ മുമ്പ് ഡിസൈനെ കുറിച്ച് മെൻഷൻ ചെയ്യാം. വലിയൊരു ടെയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലുള്ള ക്ലസ്റ്ററും അതുപോലെ തന്നെ ഗ്രാഫിക് എല്ലാം തന്നെ ഫേസ്ബുക്കിൽ മാറിയിട്ടുണ്ട്. ക്രോം എലമെൻ്റ് ഉണ്ട്, ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ലാൻഡ് ക്രൂസറിന് ലോഗോ കാണാം. VX ആണ് ഇത് വേരിയൻ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളും അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഇത്രയും എലമെൻറ്റിലും വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും ബമ്പറിൻ്റെ താഴേക്ക് മാറ്റങ്ങൾ ഫേസ് ലിഫ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. വലിയ സ്പോയിലറും കാണാം, ഈ ഒരു ബോക്സി ഷേപ്പും നിർത്തിയിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി ചേരുമ്പം ആ ലാൻഡ് ക്രൂസർ എലമെൻറ്റ് വിച്ച് ഇസ് ലൈക്ക് എ ബോക്സി ഹ്യൂജ് SUV ആ ഫീൽ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ ലാൻഡ് ക്രൂസറിനോ അല്ലെ ടയറ്റൊക്കെ സാധിച്ചിട്ടുണ്ട്. ബട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി എന്നുള്ളതാണ് വലിയൊരു അട്രാക്ഷൻ. സോ ലാൻഡ് ക്രൂസറിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള ബോക്സി ഡിസൈൻ സ്റ്റിൽ ബിൻ റീറ്റെയിൻ. സോ ബൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 ബൂട്ട് ഡോർസാണ് ഉള്ളത്. അതിൽ യൂട്ടിലിറ്റി മോഡലിൻ്റെ സ്പ്ലിറ്റ് സൈഡിലേക്ക് തുറക്കുന്നതാണെങ്കിൽ ലക്ഷറി മോഡലിന് വരുന്നത് ഇത്തരത്തിൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന 2 സ്പ്ലിറ്റ് ഡോർസാണ്. ഇതൊന്ന് മേലേക്ക് തുറക്കും, രണ്ടാമത്തെ പോർഷൻ മാനുവലി നമുക്ക് തുറന്ന് വയ്ക്കാം. ഇത് നമ്മൾ പല മോഡൽസിലും പല SUVസിലും കണ്ടിട്ടുണ്ട്. റേഞ്ച് റോവറിൽ, അതുപോലെ തന്നെ കളിനൻ, റോൾസ് റോയ്സിൽ, BMW X5 എല്ലാം കണ്ട്. ഇത് പണ്ട് മുതൽ തന്നെ ലാൻഡ് ക്രൂസറിലും വന്നിരുന്ന എലമെൻ്റ്. ഇത് ഹണ്ടിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെഡിഷന് പോകുമ്പോൾ ഇവിടെ ഇരിക്കാവുന്ന രീതിയിലുള്ള അത്രയും ഒരു വെയിറ്റ് എടുക്കുന്ന 200 കിലോളം വെയിറ്റ് എടുക്കുന്ന ഒരു ഡോറാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പല വെഹിക്കിൾസിലും ഇപ്പം ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇലക്ട്രിക്കലി ക്ലോസ് ആവും. പക്ഷേ ഈ താഴത്തെ പോർഷൻ നമ്മൾ മാനുവലി തന്നെ ക്ലോസ് ചെയ്യണം. മേലത്തെ പോർഷൻ നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാവുന്ന രീതിയിലുള്ള. സോ ബേസിക്കലി ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസുമാണ് ലാൻഡ് ക്രൂസറിലുള്ള. ബാക്കിൽ ഒരു 3rd റോ സീറ്റ് ഉണ്ട്, അത് 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് 2nd റോ കൂടുതൽ സ്പേസ് വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹ്യൂജ് ബൂട്ട് സ്പേസ് ആണ്. സോ നമ്മളിപ്പം ഈ ഒരു 2nd റോ താഴ്ത്തി വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ബൂട്ട് അറേഞ്ച് ചെയ്യുന്നത്. അത്രയും വലിയൊരു ഹ്യൂജ് ബൂട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമി ബൂട്ടാണ് ആക്ച്വലി വരുന്നത്. ലാൻഡ് ക്രൂസറിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ സ്പേസ് തന്നെയാണ്. വിശാലമായൊരു ഇൻറ്റീരിയർ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു ഇൻറ്റീരിയർ കൂടിയാണ്. കാരണം വലിയ ഗ്ലാസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് വലുതായതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള വ്യൂവും അതുപോലെ സൺറൂഫ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ വളരെ ഒരു വാസ്റ്റ് ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബേജ് കളറും കൂടി ആകുമ്പോൾ ശരിക്കും ഒരു വലിയൊരു സ്പേസായി തോന്നിക്കും. അത് വലിയൊരു എലമെൻറ്റ് തന്നെയാണ്. അതാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് J200 സീരീസ് എന്ന് പറയുന്നത് 2008 വന്ന മോഡലാണ്. 2 ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് 2 ഫേസ് ലിഫ്റ്റായിട്ട് വന്നത് ശരിക്കും ഇൻറ്റീരിയറിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് സെൻറ്റർ കൺസോളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് ഇവിടെ തന്നെ സെൻട്രലി പ്ലേസ് ചെയ്ത് 2 സൈഡിലായിട്ട് വെർട്ടിക്കൽ എയർ വെൻ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്വിച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടച്ച് സ്ക്രീനോട് ചേർന്നിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ സ്വിച്ച് ഉണ്ട്. അതിൻ്റെ താഴെ AC-ൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. താഴെ സെൻറ്റർ കൺസോളിൽ ഗിയർ ലിവറിൻ്റെ ചുറ്റുമായിട്ട് 4 വീൽ ഡ്രൈവിൻ്റെയും സസ്പെൻഷൻ കൺട്രോളിൻ്റെയും മറ്റും സ്വിച്ചസ്, അതുപോലെ തന്നെ സീറ്റ് കൺട്രോൾ ചെയ്യാൻ, സീറ്റ് കൂളിംഗ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. സ്റ്റിയറിംഗ് വാം ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. നമുക്കിവിടെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുപോലത്തെ സീറ്റ് ഹീറ്റിങ്ങുള്ള ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു USB ഒരു പോർട്ടിൽ വരുന്നുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ലഭിക്കുന്നുണ്ട്. വലിയൊരു ഗ്ലോ ബോക്സ് ലഭിക്കുന്നുണ്ട്. അതിന് 2 പാർട്ടാണ്. താഴേക്ക് ഒരു വെർട്ടിക്കലായി നിൽക്കുന്ന കൂളിംഗ് പറ്റുന്ന രീതിയിലുള്ള ഗ്ലോ ബോക്സാണ്. മേലെ നമുക്ക് ചെറിയ ഫോണും മറ്റും വയ്ക്കാവുന്ന രീതിയിലുള്ളത്. ഇത്രയുമാണ് ഫ്രണ്ടിൽ വരുന്നൊരു പോർഷൻ. പിന്നെ മറ്റൊരു കാര്യമുള്ള ഇതിൻ്റെ എർഗണോമിക്സ് ആണ്. ഇത്രയും വിശാലമായൊരു ഇൻറ്റീരിയറിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഫ്രീ ആയിട്ടുള്ളൊരു എർഗണോമിക്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത് സ്റ്റിയറിംഗ് എല്ലാം തന്നെ വെൽ പ്ലേസ്ഡ് ആണ്, അപ്രൈറ്റ് പൊസിഷനിലാണുള്ളത്. അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ഉള്ളത് സെൻറ്റർ കൺസോളിൽ വന്നിരിക്കുന്ന ഈ വലിയ ഗ്ലോ ബോക്സിനനുസരിച്ച് വലിയൊരു ഹാൻഡ് റെസ്റ്റ് 2 പേർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വൈഡായിട്ടുള്ള സീറ്റാണ്. സീറ്റ് കൺട്രോൾസ് ഇവിടെ മെമ്മറി ഇവിടെ ഡോറിൽ വരുന്നുണ്ട്, കൺവീനിയൻ്റ് ആണ്. സീറ്റ് കൺട്രോൾ ഇവിടെ സീറ്റിൻ്റെ താഴെ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയ പോക്കറ്റ്സ് എല്ലാം വരുന്നത് എല്ലാം തന്നെ വളരെ കൺവീനിയൻറ്റ് ഫീച്ചേഴ്സാണ്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്ലഷി ആയിട്ടുള്ള വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷറിയസ് സീറ്റാണ്. സീറ്റിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂളിങ്ങും ഹീറ്റിങ്ങിനും ഫെസിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂളിംഗ് വളരെ ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇത്രയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. റിയറിൽ തന്നെ ഇരുന്ന് കാണേണ്ടതാണ്. JBLൻ്റെ സൗണ്ട് സിസ്റ്റം ഇതിലുള്ള, അതുപോലെ തന്നെ നല്ലൊരു കൺട്രോളും ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ JBLൻ്റെ തന്നെ സിന്തസൈസ് എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് സൗണ്ട് സിസ്റ്റമാണ്. അത് ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവുമാണ് ഇതിലുള്ളത്. അതെല്ലാം തന്നെ പീരിയോഡിക്കലി അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് എപ്പോഴും ലാൻഡ് ക്രൂസർ തോന്നാനുള്ള ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണ്. പ്രത്യേകിച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും ഇല്ലെങ്കിൽ റേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഓഫ് റോഡ് സിറ്റുവേഷനിലെല്ലാം നമുക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പ് നമ്മൾ പുറത്ത് കൊണ്ടു ഈ ഒരു ഗ്രാബ് ഹാൻഡിലും പിടിച്ച് കയറുമ്പം എളുപ്പത്തിൽ നമുക്ക് കയറാൻ പറ്റും.
റിയർ സീറ്റും ലാൻഡ് ക്രൂസിന് വളരെ ഇമ്പോർട്ടൻറ്റ് സീറ്റാണ്. എസ്പെഷ്യലി നമുക്കറിയാം പല കസ്റ്റമേഴ്സ് റിയറിൽ എൻജോയ് ചെയ്തിട്ട് പോകുന്ന ആളുകളാണ്. അതിനനുസരിച്ചിട്ട് തന്നെ ലാൻഡ് ക്രൂസറിൻ്റെ റിയർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഞ്ച് സീറ്റാണ്. ബെഞ്ച് സീറ്റ് ആണെങ്കിൽ കൂടി ശരിക്കും ഇൻഡിവിജ്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സീറ്റിൻ്റെ തായ് സപ്പോർട്ടും ബാക്ക് റെസ്റ്റെല്ലാം വളരെ സപ്പോർട്ടീവാണ്. പ്ലഷി ആയിട്ടുള്ള സീറ്റാണ്. കൂളിംഗ് ഓപ്ഷനും സീറ്റിനുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും സ്പേസ് നിങ്ങൾ കാണുന്നുണ്ട്, ഇത്രയും റൂമിനെസ് ഉണ്ട്, ഷോൾഡർ സ്പേസ് ഉണ്ട്. ശരിക്കും റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. പുറമേ കാണുന്ന സൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന റിയറിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളത്. പിന്നെ നമുക്ക് സാധാരണ വരുന്ന പോലെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഉണ്ട്, ചെറിയ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. പഴയ ടൈപ്പ് ഫോൺ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം 10 years മുമ്പ് ഡിസൈൻ ചെയ്താൽ നിങ്ങൾ ഓർക്കണം. ഇവിടെയും നമുക്ക് ഫോൺ വയ്ക്കാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ. ഫോർത്ത് ലെവലിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ റിക്ലൈനായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. റൂമിനെസ് ഉണ്ട്, പുറമേക്കുള്ള വ്യൂ നല്ലതാണ്. ഫ്ലാറ്റ് ബോട്ടമാണ്, അതുകൊണ്ട് ശരിക്കും 3 പേർക്ക് തന്നെ, വലിയ ആളുകൾക്ക് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്ക്രീൻ വരുന്നുണ്ട്. ഇപ്പോൾ കവർ ചെയ്ത് വെച്ചാണ് റൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു നല്ല സ്ക്രീനിൽ വീഡിയോസും കാണാൻ പറ്റും. സോ ഓൾ ടുഗദർ വളരെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ഒരു SUVക്ക് വേണ്ട തരത്തിലുള്ള റിയർ പോർഷൻ തന്നെയാണ് ലാൻഡ് ക്രൂസറിനുള്ളത്. അതുപോലെ തന്നെ AC കൺട്രോളും റിയറിൽ വരുന്നു. ഫ്രണ്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന തരത്തിൽ തന്നെ റിയറിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. സോ ഇതെല്ലാം കൂടി ചേരുമ്പം ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് ലക്ഷറി SUVസിൽ വളരെ പ്ലഷി ആയിട്ടുള്ള റിയർ പോർഷനിലൊന്നാണ് ലാൻഡ് ക്രൂസർ. ടൊയോട്ട ലാൻഡ് ക്രൂസർ ഒരു തറവാടി എന്ന് തന്നെ വിളിക്കാവുന്ന വണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ തറവാടിത്തം ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഫീല്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കമാൻഡിങ് ഫീൽ കിട്ടുന്നൊരു സീറ്റിംഗ് പൊസിഷൻ, വളരെ ഹൈ ആയിട്ടായിരിക്കുന്ന ആ ഒരു സീറ്റിംഗ് പോസ്ചർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എല്ലാം റൂൾ ചെയ്യാവുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഫീല് ലഭിക്കും. അപ്പോൾ അത് തന്നെ വലിയൊരു ആസ്പെക്റ്റാണ് ലാൻഡ് ക്രൂസറിന് ഇത്രയും ഒരു ഫാൻ ഫോളോയിങ്സ് ഉണ്ടാക്കാൻ ഒരു കാരണം. അത് ഇവിടെ മാത്രമല്ല, വേൾഡ് ഓവർ ആണെങ്കിലും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ, അതുപോലെ തന്നെ US ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റാണ് ലാൻഡ് ക്രൂസറിന്. ഇവിടെ എല്ലാം തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കമാൻഡിങ് പൊസിഷനാണ്. ഇതിന് പുറമെ US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു മാർക്കറ്റിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളെല്ലാം തന്നെ പൊതുവെ ഫിസിക്കലിയും വലിയ ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ആളുകൾക്കും ഒരു കമാൻഡിങ് ഫീൽ ലഭിക്കണമെങ്കിൽ അത്രയും വലിയൊരു വണ്ടി ആവണം. ആ ഒരു ആസ്പെക്റ്റിൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് തന്നെയാണ്. അത് ഇതിൻ്റെ ഒരു വലിയൊരു ഘടകം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാൻഡ് ക്രൂസറിൽ ഇന്ത്യയിൽ ഒരു എഞ്ചിൻ ഓപ്ഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ V8 ഡീസൽ എഞ്ചിനാണ്, വലിയൊരു എഞ്ചിനാണ്. 4.5 ലിറ്റർ എഞ്ചിനാണിത്. V8ഉം 4.5 ആണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 260 HP ആണ്. അതുപോലെ തന്നെ 650 Nm ടോർക്ക് ഉണ്ട്. ടോർക്ക് അത്യാവശ്യം നല്ല ടോക്കാണ്. പക്ഷേ പവർ നമുക്ക് V8 കാണുന്ന തരത്തിലുള്ള അത്രയും പവർഫുൾ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ടോർക്ക് അത് ശരിക്കും ആ 650 ഇത്രയും മാസീവ് ആയിട്ടുള്ളൊരു വെഹിക്കിളിന് വേണ്ട രീതിയിൽ തന്നെയുള്ളത്. ഇതിനോട് മേറ്റ് ചെയ്തിട്ടുള്ള 6 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷനാണ്. അതും തന്നെ ടോർക്ക് കൺവേർട്ടർ സിസ്റ്റമാണ്. പിന്നെ 4-wheel ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേരുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു വെയിറ്റും കൂടെ കണക്കിലെടുക്കണം. ഏകദേശം 2.5 ടണ്ണിൻ്റെ മേലെ വെയിറ്റ് ഉള്ള വെഹിക്കിളാണ്. ഇതിൻ്റെ പെർഫോമൻസ് 0 to 100 9+ സെക്കൻഡ്സ് വരുന്നത്. 9.1 എന്നാണ് മാർക്ക് ചെയ്തത്. അതിനോട് കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ 200 ആണ് മാക്സിമം സ്പീഡായിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതൊരു പവർഫുൾ, ഒരു വളരെ ഒരു ജാവ പവർഫുൾ എന്ന് പറയുന്ന ഒരു പവർഫുൾ മെഷീൻ അല്ല, പക്ഷേ ടോക്കി മെഷീനാണ്. ടോക്കി എന്ന് പറയുമ്പം നമുക്ക് ശരിക്കും ഒരു ഡീസലിൻ്റെ ടോർക്ക് ശരിക്കും അറിയാവുന്ന തരത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പവർ ഡെലിവറി വരുന്നുണ്ട്. എന്നാൽ നമുക്ക് അത്യാവശ്യം ക്രൂസ് ചെയ്ത് പോകണമെങ്കിലും എല്ലാം തന്നെ നമുക്ക് അത് എൻജോയ് ആവുന്ന ഒരു എൻജിൻ ആണ് ഇതിലുള്ളത്. എന്നാൽ നമുക്ക് ഇപ്പോൾ പൊതുവേ ഗ്ലോബലി കണ്ടുവരുന്നൊരു ട്രെൻഡ് എൻജിൻ ഡൗൺ സൈസിങ് ആണ്. ചെറിയ എൻജിനും കൂടുതൽ പവർ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അത് ഇപ്പം നമുക്കറിയാം V6 കാണുന്ന അല്ലെങ്കിൽ 6 സിലിണ്ടറിലെല്ലാം കാണുന്ന പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു V8 കാണുന്നേ ഉള്ളൂ. സോ ബേസിക്കലി അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനും എല്ലാം തന്നെ ഇറ്റ്സ് നോട്ട് എ വെരി ന്യൂ എഞ്ചിൻ. ലാൻഡ് ക്രൂസർ സംബന്ധിച്ചിടത്തോളം 200 സീരീസിൻ്റെ ഒരു എൻഡിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്, ലൈഫിൻ്റെ എൻഡിലേക്ക്. കാരണം പുതിയ ലാൻഡ് ക്രൂസർ 2021 വരും എന്നാണ് സ്പൈ ചെയ്യപ്പെടുന്നതും റൂമർ ചെയ്യപ്പെടുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ലാൻഡ് ക്രൂസറിൽ പുതിയ എഞ്ചിൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഗ്ലോബലി കണ്ടുവരുന്നൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് കുറേ ഹൈബ്രിഡ്സും ഇലക്ട്രിക്കും സപ്പോർട്ടീവായിട്ടുള്ള പവർ ട്രെയിൻസ് ആയിരിക്കും വരെ, ഡീസലിൻ്റെ ഒരു പ്രോമിനൻസ് കുറയായിരിക്കും. എന്നാലും ഗ്ലോബലി പോകുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് ചിലപ്പം പുതിയൊരു ഡീസൽ വന്നേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവൊന്നും ഇപ്പം ഇല്ല. പക്ഷേ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പം കോമ്പീറ്റ് ചെയ്യുന്ന പല റൈവൽസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു പവർഫുൾ എഞ്ചിനല്ല, പ്രത്യേകിച്ച് ഒരു V8 കൂടി ആകുമ്പോൾ. പിന്നെ ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് ബോഡി ആൻഡ് ഫ്രെയിം എന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തത്, വിച്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാസിസിൻ്റെ മേലെ ബോഡിയുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ന്യൂവറായിട്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡുള്ള സസ്പെൻഷൻ സിസ്റ്റം എല്ലാം ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ടോസം പ്രീമെൻ്റ് ആണ് ഫ്രണ്ടിലുള്ള, മൾട്ടി ലിങ്കർ റിയറിലുള്ളത്. അപ്പോൾ അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത സസ്പെൻഷൻ എന്ന് പറയുമ്പം ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അതാണ് ഇതിൻ്റെ മറ്റൊരു വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് ലാൻഡ് ക്രൂസർ. പ്രത്യേകിച്ച് ഇതിൽ എയർ സസ്പെൻഷൻ കൂടി വരുന്നതുകൊണ്ട് വളരെ ഒരു സോഫ്റ്റ് റൈഡാണ് നമുക്ക് ലഭിക്കുക. പ്രത്യേകിച്ച് എയർ സസ്പെൻഷൻ വരുന്നുണ്ടതാ ഇത്തരമുള്ള ഹംസിലെല്ലാം തന്നെ വളരെ ഒരു പ്ലഷി റൈഡ് ലഭിക്കും എന്നുള്ളത് മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ലാൻഡ് ക്രൂസറിൻ്റെ. ലാൻഡ് ക്രൂസറിൽ എനിക്ക് തോന്നുന്നില്ല ആരും ഒരു ഭയങ്കര ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഷാർപ്പ് ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് ആരും കാണുന്നത്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്. പക്ഷേ കാണുന്ന ഒരു കാര്യം ഇന്നും ബേസിക്കലി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഫീല്. വീണ്ടും നമ്മൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ആ കിട്ടുന്ന ഫീല് ഓൾഡ് സ്കൂൾ ഫീലാണ്. പക്ഷേ ആ ഓൾഡ് സ്കൂൾ ഫീലാണ് പലരും ഇപ്പോഴും കംഫർട്ടിൽ എൻജോയ് ചെയ്യുന്നത്. സസ്പെൻഷൻ കൂടി പറയുമ്പം എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബട്ടൺ ഉണ്ട്, ബട്ടണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പം സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ ഒരു ടെക്നോളജി അല്ല ഇതിലുള്ളത്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രഷേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഹാർഡാണ് സ്റ്റിയറിംഗ്, നമ്മൾ ഡ്രൈവെല്ലാം ചെയ്യുമ്പം കുറേ കൂടിയും ഹാർഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ഷാർപ്പല്ല. അപ്പോൾ ഇത്രയും വെറുതെ പ്ലേ നിൽക്കുകയാണ് സ്റ്റിയറിങ്ങിൽ, അതിൽ ഉള്ള മൂവ്മെൻറ്റ്സ് വരുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുള്ള സ്റ്റിയറിങ്ങിൻ്റെ സാധാരണ ഉള്ളതിനേക്കാളും കുറേ പ്ലേ കൂടുതലാണ്. ഈ ഒരു ഓൾഡ് സ്കൂൾ ഫീൽ ശരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൈറ്റായിട്ടുള്ള സ്ഥലത്ത് ടേൺ ചെയ്യണമെങ്കിൽ ഒരു ടേണിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേണിങ് റേഡിയസും എല്ലാം ഉള്ളത്. പക്ഷേ നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പം കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു ഫീല് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഈ പറഞ്ഞ പോലെ സ്പീഡ് ഡ്രൈവിലോ ഹൈവേയിലോ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു പ്രിസൈസ്നെസ് വീണ്ടും മിസ്സിങ് ആണ്. ഞാൻ അതിൻ്റെ ഒരു ആക്യുറേറ്റ് റിവ്യൂ കേട്ടോ തരുന്നത്. അത് നിങ്ങൾ ലാൻഡ് ക്രൂസർ ലവേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. അത് ഞാൻ മുമ്പ് ട്വിസ്റ്റിംഗ് കാർണിവലുള്ള കമ്പാരിസണിൽ ഒരുപാട് ആൾക്കാർ ടൊയോട്ട ഹെയ്റ്റ് ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ചു. ഹെയ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള ബ്രാൻഡിൽ തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടോ ഹേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് തരികയാണ്. ബേസിക്കലി ഈ ഒരു സീരീസ് ലാൻഡ് ക്രൂസറിൽ 200 സീരീസ് എന്ന് പറയുന്നത് 10 വർഷത്തിലെ ഏറെ ആയിട്ടുള്ള പ്രൊഡക്ഷനുള്ള വെഹിക്കിളാണ്. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെയധികം ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു പീരീഡുമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വളരെ ഇമ്പ്രൂവ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ പറയുന്നത്. ബട്ട് ഐ നോ ലൈക്ക് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും വലിയ ലാൻഡ് ക്രൂസർ ഫാൻസാണ്. പക്ഷെ അത് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രീതിപ്പെടുത്താൻ ഉള്ള കാര്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ റിവ്യൂ തന്നിരിക്കുന്നത്. ബട്ട് ബേസിക്കലി ലാൻഡ് ക്രൂസറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് ക്രൂസറിൻ്റെ ചില ആഢ്യത്വങ്ങളുണ്ട്. ആ ആഢ്യത്വം ഇപ്പോഴും ലാൻഡ് ക്രൂസറിന് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ചിലത് ഓൾഡ് സ്കൂളാണ്, ഓൾഡ് സ്കൂൾ ചിലത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ആ കാര്യത്തിലെല്ലാം തന്നെ ലാൻഡ് ക്രൂസറിൻ്റെതായ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും അത് അങ്ങനെ തന്നെ വരുന്നതും. സോ അത് ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. ലാൻഡ് ക്രൂസറിൻ്റെ മറ്റൊരു ആസ്പെക്ട് ഇത്രയും ഹൃദയങ്ങൾ കവരാൻ കാരണമായിട്ടുള്ളത് ടൊയോട്ടയുടെ ഒരു കാര്യമാണ്, ടൊയോട്ടയുടെ റിലയബിലിറ്റി. ഇത്രയും റിലയബിളായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു SUV ആക്ച്വലി ഉണ്ടാവില്ല. അതാണ് ടൊയോട്ടയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും UNO, UNESCO ഇങ്ങനത്തെ പല ബോഡീസും ഈവൻ പല മിലിറ്ററീസും ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞ് ബ്രേക്ക് ഡൗൺസ് കുറയുന്നതും ബ്രേക്ക് ഡൗൺ ചെയ്താൽ തന്നെ
നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു ട്രസ്റ്റാണ്. പിന്നെ മറ്റൊരു ആസ്പെക്റ്റുള്ള ഇതിൻ്റെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യവും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ലാൻഡ് ക്രൂസറിലേക്ക് അടുപ്പിക്കാനുണ്ടായ മറ്റൊരു കാരണമാണ്. മലയാളികൾ മാത്രമല്ല, വേൾഡ് ഓവറുള്ള ഒരു വലിയൊരു ട്രസ്റ്റ് ഫാക്ടർ ലാൻഡ് ക്രൂസറിന് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റൈഡ് കംഫർട്ടിൽ മറ്റൊരു കാര്യമുള്ള ഇതിൻ്റെ NVH ആണ്. NVH എന്ന് പറയുമ്പം ബേസിക്കലി ഇതിൻ്റെ എൻജിൻ വളരെ റിഫൈൻഡ് ആയിട്ടാണ്, ഉള്ളിലേക്ക് തീരെ സൗണ്ട് വരുന്നില്ല. അതുപോലെ തന്നെ വിൻഡ് നോയ്സും ഇത്രയൊരു ബോക്സി വെഹിക്കിൾ ആണെങ്കിൽ വളരെ കൺട്രോൾ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലുള്ള ടയറിനെ കൊണ്ടായിരിക്കും അല്പം റോഡ് നോയ്സ് വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഒരു 80 ടയറാണ്. സോ 80 ടയറാണ്, HT ടയറല്ല, ഹൈവേ ടയറാനല്ല, ഓൾ ടയറാനാണ്. അത് എനിക്ക് തോന്നുന്നു കസ്റ്റമർ മാറ്റിയതാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തതായിരിക്കണം. ആ ഒരു ആസ്പെക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള റൈഡ് തന്നെയാണ്. ബേസിക്കലി ഒരു ടയർ നോയ്സ് ഉള്ളിലേക്ക് വരുന്നൊരു ഫീലാണ് എനിക്കതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ലാൻഡ് ക്രൂസറിനെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ അങ്ങോട്ട് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മാറാറില്ല. അത്തരം ഒരു കാര്യമാണ് ലാൻഡ് ക്രൂസർ. ഇനി എന്നെ എന്ത് കുറ്റം കുറവുണ്ടെങ്കിലും ലാൻഡ് ക്രൂസർ മലയാളികളുടെ ഹൃദയത്തിൽ കയറിയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് ക്രൂസറിനെ നമുക്ക് വളരെ നെഞ്ചിനോട് ചേർത്ത് വെക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ബ്രാൻഡായിട്ടും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ പുറമെ നിങ്ങളെല്ലാവരും വളരെയധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു വണ്ടിയിൽ ഒന്നായിരുന്നു ലാൻഡ് ക്രൂസർ. ലേറ്റ് ആവാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷൻ സീരീസ് ടൊയോട്ട ആക്ച്വലി മീഡിയ കാറോ ഡെമോ കാറോ ഒന്നും തന്നെ കമ്പനി പോലും വെച്ചിട്ടില്ല. പിന്നെ കസ്റ്റമർ കാർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും കസ്റ്റമേഴ്സ് നമുക്ക് അറിഞ്ഞിരുന്ന ആൾക്കാർ, ഡെയിലി യൂസ് ചെയ്യുന്ന ആൾ. ഈ വണ്ടിയാണ് അവരുടെ ഡേ ടു ഡേ കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സമയം ഒത്തു വരാറില്ല. പക്ഷേ കിട്ടിയ സമയത്ത് ഞാൻ കൊണ്ടുവന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ റിവ്യൂ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങളത് എൻജോയ് ചെയ്യുന്നു കരുതുന്നു. ഈ പറഞ്ഞ പോലെ ലാൻഡ് ക്രൂസിനൊരു എനിമി ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ അത് ഹെയ്റ്റ് ചെയ്യുന്നതായിട്ടൊന്നും കാണണ്ട. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് ഓഫ് റോഡിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല, കാരണം ഇതൊരു കസ്റ്റമർ വെഹിക്കിൾ ആയതുകൊണ്ടും നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളത് ഓഫ് റോഡിൽ എടുക്കാമായിരുന്നു. ബാക്കി എല്ലാ രീതിയിലുള്ള റിവ്യൂവും ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത വന്ന് കാണുന്നവരെ സ്റ്റേ ഹോം, ബി ഹാപ്പി. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കോൺടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ടോട്ടൽ വോള്യൂം ആയിരുന്നു. ഒരു വോള്യത്തിൻ്റെ ഫിഗർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വോള്യൂം എമൗണ്ട് നിങ്ങൾ പറയുക. നമ്മൾ ഫ്ലൈവീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ഫ്ലൈവീൽ ഒഫീഷ്യലിൽ നിങ്ങൾ അയക്കുക. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബി വൺ ഓഫ് ദ ലക്കി വിന്നേഴ്സ് ടു ഗെറ്റ് ദിസ് ഷെവർലെ കോവേറ്റ് 1:43. ഓൾ ദ ബെസ്റ്റ്.